ചീൻകുരുവിക്ക് തന്റെ അമ്മ പറഞ്ഞത് നന്നായി മനസ്സിലായി. അപ്പൊ അത് ഇരുട്ടിൽ ആരും അറിയാതെ പറക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അവൾ രാത്രി പറന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്കൊരു മൂങ്ങ വന്നു. അത് അവളോട് പറഞ്ഞു, ചീൻകുരുവിയെ, ഈ രാത്രി നീ എങ്ങോട്ടാ മോളെ പറക്കുന്നത്? എന്നോട് പറയൂ മോളെ. മൂങ്ങ അങ്കിൾ, എനിക്ക് റേസിൽ പറക്കണം. നിങ്ങൾക്കറിയില്ലേ, എല്ലാ പക്ഷികളും എന്നെ കളിയാക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ജയിച്ച എല്ലാവർക്കും മറുപടി പറയണം. അയ്യോ, നിന്റെ ചിറകുകൾ വളരെ ചെറുതാ. നിനക്ക് എങ്ങനെ റേസിൽ പങ്കെടുക്കാൻ പറ്റും? അത് ജയിക്കുന്ന സ്വപ്നം നീ ഉപേക്ഷിക്കും മോളെ. മൂങ്ങ അങ്കിൾ, ധൈര്യമായിരിക്കുന്നവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഇതെന്റെ അമ്മ പഠിപ്പിച്ചു തന്നതാ. നീ യഥാർത്ഥത്തിൽ വളരെ വലിയ ധൈര്യശാലിയാണ്. ഞാൻ നിന്നെ സഹായിക്കാം. നീ റേസിൽ ജയിക്കുന്നത് പോലെ ആക്കാം. ചീൻകുരുവി ഒരുപാട് സന്തോഷപ്പെട്ടു. ചാടിക്കൊണ്ടേ മൂങ്ങയോട് ചോദിച്ചു, എങ്ങനെ? നിങ്ങളെ കൊണ്ട് എന്നെ എങ്ങനെ സഹായിക്കാൻ പറ്റും മൂങ്ങ അങ്കിൾ? എന്തെന്നാൽ എനിക്കറിയാം, ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയാണെന്ന്. അമ്മ എനിക്ക് എത്രയോ വൈദ്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഇവിടെ നോക്ക്, എനിക്ക് ഒരുപാട് വയസ്സായി. എന്റെ ചിറകുകൾ ഇനി ഒന്നിനും കൊള്ളില്ല. ഒരു കാര്യം ചെയ്യാം. നീ എന്റെ ചിറകുകൾ കൊണ്ട് നിനക്ക് ചിറകുണ്ടാക്ക്. അതുപയോഗിച്ച് ഉയരത്തിൽ പറക്ക്. അതിനുവേണ്ടി ഞാൻ സഹായിക്കാം. അത് കഴിഞ്ഞ് മൂങ്ങ ചീൻകുരുവിക്കായി ഭംഗിയായി ചിറകുകൾ ഉണ്ടാക്കി. പിന്നെ മരത്തിൽ നിന്ന് ഗം കൊണ്ടുവരാൻ പറഞ്ഞു. ചീൻകുരുവി മരത്തിലുള്ള ഗമ്മ കൊണ്ടുവന്നു.